നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജിയൻ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഒരു നെയ്യപ്പം സാധാരണ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ അരിപ്പൊടി ഒന്നും ചേർക്കാതെ ഒരു നെയ്യപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ഇതിനകത്തേക്ക് നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി ചേർക്കുന്നത് ഗോതമ്പ് പൊടി റവയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൊണ്ടാണ് നമ്മളിന്ന് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളൊന്ന് മിക്സിങ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെയ്യപ്പത്തിന് വേണ്ടി ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. നമുക്ക് നല്ല സൂപ്പർ നെയ്യപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 കട്ട ശർക്കര. ഞാനെപ്പോഴും മധുരം ഇച്ചിരി കുറച്ചാണ് കേട്ടോ ഞങ്ങളുടെ സ്നാക്സ് റെസിപ്പിയിൽ ചേർക്കുള്ളൂ. നല്ല മധുരം വേണമെങ്കിൽ 4 or 5 കട്ട ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല മധുരം കിട്ടും. അപ്പോൾ ഞാനൊരു 3 കട്ടയാണ് ചേർത്തിട്ടുള്ളൂ. അതൊന്ന് അരിച്ച് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഉരുക്കി മാറ്റാം. അത് ഒരു കപ്പാക്കി എടുക്കണം. ഒത്തിരി നൂൽപ്പരുവം വേണ്ട. അതവിടെ റെഡി ആയിരിക്കട്ടെ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു, ഒരു 1/2 കപ്പ് റവ ചേർത്തു. വറക്കാത്ത റവയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇച്ചിരി ലൂസായിട്ട് തന്നെ അടിച്ച് മാറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലെടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ചേർത്തത് എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ് 270 ml ഉണ്ടോ. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണ് അളവെടുക്കണത് അതനുസരിച്ച് എല്ലാം അളവും ആ കപ്പിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അഥവാ ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി റവയൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അഥവാ ഒരുപാട് കുറുകിലായപ്പോൾ ചെറിയ ചൂടുവെള്ളം ചേർത്ത് അവസാനം നമുക്കൊന്ന് ഡോ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നെയ്യപ്പം ചുടുമ്പോൾ പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കൂ, അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യമായിട്ട് ശർക്കരപ്പാനി മുഴുവൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 കപ്പ് ചേർത്ത ശർക്കര നമ്മൾ ഉരുക്കി ഒരു കപ്പ് ആക്കിയായിരുന്നു കേട്ടോ. ഒരു ബൗളിലേക്ക് നമ്മൾ അടിച്ചു മാറ്റി എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കുക. നമുക്കിപ്പോൾ നന്നായിട്ട് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഇച്ചിരി സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ അടിച്ചത്. അപ്പോൾ ഇച്ചിരി ഒന്ന് കുറുകി വരും. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു നുള്ള് കായപ്പൊടി ചേർക്കാം. കായപ്പൊടി അല്ല കേട്ടോ, ഉപ്പാണ് ചേർത്ത്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ള് കഴുകി മാറ്റി വെച്ചിരുന്നു, അതും ചേർത്തു. ഞാൻ കായപ്പൊടി എന്ന് പറഞ്ഞത് ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുകൊണ്ട് കായപ്പൊടി അല്ല കേട്ടോ. 2 നുള്ളു ഉപ്പും മധുരം ഒന്ന് ബാലൻസ് ചെയ്യും. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലൊരു തരിതരിപ്പായിട്ട് നമ്മുടെ നെയ്യപ്പം കിട്ടാൻ വേണ്ടി ഞാനൊരു 4 വലിയ ടേബിൾ സ്പൂൺ റവ, അത് അടിക്കാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. അതപ്പോൾ റവ ഇച്ചിരോടെ ഒന്ന് തിക്കായി വരും നമ്മുടെ. അപ്പോൾ ഈ റവ ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി യോജിപ്പിക്കുക ശരിക്കും. അത് കഴിഞ്ഞിട്ട് അതൊന്നുകൂടി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് റവ കുതിർന്ന് നമ്മുടെ കൺസിസ്റ്റൻസി ശരിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പം എടുത്ത് നോക്കുമ്പോൾ ഒത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ റവ ചേർത്ത് നന്നാക്കി എടുക്കാം. നമുക്ക് നോക്കും ഇപ്പോൾ ഈ ഇങ്ങനെ ഫോൾഡായിട്ട് ചാടണം. ഇതാണ് പെർഫെക്റ്റ്. ഇപ്പം നമ്മൾ ഒരുപാട് തിക്കായി പോയെങ്കിൽ ഒരു ചെറിയ ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ ഓണാക്കി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ആവശ്യത്തിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒരു മീഡിയം ഹീറ്റിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ചൂട് അങ്ങനെ തന്നെ വെക്കണം. ഒരുപാട് കൂട്ടി വെച്ചാൽ അകം വെന്ത് കിട്ടില്ല, ഒരുപാട് കുറച്ച് വെച്ചാൽ പെട്ടെന്ന് റെഡിയായി കിട്ടുകയില്ല. അപ്പം ഒരു മെഷറിങ് സ്പൂൺ പോലെയുള്ള ഏതെങ്കിലും ഒരു തവി എടുക്കുകയാണെങ്കിൽ ഈക്വലായിട്ടുള്ള സൈസിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊന്തി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വന്നു കഴിയുമ്പോൾ പയ്യെ അടിയിൽ നിന്ന് അത് വിട്ട് പോരും ഓട്ടോമാറ്റിക്. അല്പം മുകളിലേക്ക് അല്പം എണ്ണ തട്ടി കൊടുക്കണം. ഞാൻ 1-2 ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുത്ത് നോക്കട്ടെ. അപ്പോൾ ഓക്കെ ആയി മനസ്സൊന്ന് സ്റ്റഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 വീതം ഒഴിച്ചു കൊടുക്കാം. ചെറിയ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 1-2 ചുട്ടിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മിക്സിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ നെയ്യപ്പം ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം 1-2 പ്രാവശ്യം ഓരോന്ന് വീതം ഇട്ടൊന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി സൈസ് കുറച്ച് 2-3 വീതം ഒരുമിച്ച് ചുട്ടെടുത്തു കേട്ടോ. അങ്ങനെ പയ്യെ കുമ്പളിച്ച് വരുമ്പോൾ ഇപ്പം എണ്ണ മുകളിലേക്ക് തട്ടി കൊടുക്കുക. കഴിഞ്ഞിട്ട് പയ്യെ അങ്ങ് വിട്ട് വന്നോളും. വിട്ട് വന്നു കഴിയുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ ഒരുപാട് കരിയാൻ നിൽക്കരുത്. കോരി മാറ്റിക്കഴിഞ്ഞും ഒന്നിരുന്ന് മുറുകും നമുക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് നെയ്യപ്പം ചുട്ടെടുക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നെയ്യപ്പത്തിന്. അപ്പം നന്നായിട്ട് മധുരം വേണമെങ്കിൽ മറക്കാതെ 4 or 5 കട്ട ശർക്കര ചേർക്കാം.
അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് തന്നെ ചേർക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ നെയ്യപ്പങ്ങൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 പേര് കഴിച്ചിട്ട് പോയിട്ടോ, ചുട്ട് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റിയുള്ള നെയ്യപ്പം. ചായക്ക് നല്ല സൂപ്പറാണ്, ഈവനിങ് ടീക്ക്. അപ്പോൾ നിങ്ങൾ അരിപ്പൊടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു വെറൈറ്റി ഡിഷ് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നെയ്യപ്പങ്ങൾ ഇങ്ങനെ ചുട്ട് കോരിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റവ കുറച്ച് വറക്കാതെ നമ്മൾ അരിക്കാതെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ക്രിസ്പിനെസ് ആയിട്ട് കിട്ടും കേട്ടോ. ഔട്ട് സൈഡിൽ നല്ല മൊരിഞ്ഞ് ഇരിക്കും, കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അന്നേരം. അപ്പം ഞാനിങ്ങനെ നെയ്യപ്പങ്ങൾ ചുട്ട് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ നെയ്യപ്പമൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞ് ചായ കുടിക്കാൻ പോവാണ്. ഞാൻ പുതിയൊരു ഇതുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഇപ്പോൾ 2-3 ഒരുമിച്ച് ചുട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. ഓരോന്നാകുമ്പോൾ അല്ലെങ്കിൽ വലിയ പാനിൽ വേണം. വലിയ പാനാകുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ വേസ്റ്റ് ആക്കില്ല നോക്കാനാണ് ഞാൻ ചെറിയ പാനിൽ സാധാരണ ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങൾ ചുട്ടെടുക്കുന്നത്. ഇങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യം വരുന്നില്ല. വെളിച്ചെണ്ണയിൽ നെയ്യപ്പം ചുട്ടെടുത്താൽ ഇച്ചിരിയോടെ ടേസ്റ്റ് കാണും കേട്ടോ. ഞാനിപ്പോൾ അത് സൺഫ്ലവർ ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം കഴിയാറായി. നമുക്ക് കാണാൻ പെട്ടെന്ന് തന്നെ പൊന്തി വരും. ഒഴിച്ചു കഴിഞ്ഞ് 2 മിനിറ്റ് അനക്കാതെ വെക്കണം. അപ്പം അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ച് നെയ്യപ്പവും ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് നമ്മളൊന്ന് 2-3 ചേർത്തേക്കും പെട്ടെന്ന് സ്പീഡി ആവും. എണ്ണ നന്നായിട്ട് ചൂട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ചുട്ടെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. എല്ലാം കൂടി ഒരു ½ ആൻ അവർ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അത്തരത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിന് ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ പഴമൊക്കെ കുഴക്കാതെയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ്. നല്ല ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് നമ്മൾ റവ ഇട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ടായിട്ടും. തീ കൂട്ടി വെച്ച് പെട്ടെന്ന് എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ആകം വെന്ത് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കിച്ചൺ ടവലിട്ട് വെച്ചിരിക്കുന്ന നെയ്യപ്പത്തെയെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇച്ചിരിയോടെ ഇരുന്ന് മുറുകി നിറമൊക്കെ ഇച്ചിരിയോടെ മാറി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി നിറം മാറുമ്പോൾ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് മൂത്ത് പോകും. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നെയ്യപ്പം കൂട്ടി ഞാൻ ചായ കഴിക്കട്ടെ. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് GMB Vlogs. ബൈ.